2014 ശേഷം നമ്മുടെ പ്രതിരോധ മേഖലയിൽ വലിയ മാറ്റങ്ങളാണ് വരുന്നത്. സ്വദേശിവൽക്കരണം ഉൾപ്പെടെ വലിയ വികസന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ചിലതൊക്കെ പൂർത്തിയായി, ചിലത് വളരെ വേഗത്തിൽ മുന്നേറുന്നു. ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്ന പദ്ധതിയുമായിട്ട് ഇതിനെ ബന്ധിപ്പിച്ചിരിക്കുന്നു, മേക്ക് ഇൻ ഇന്ത്യയുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ വലിയ മാറ്റങ്ങൾ നമ്മുടെ 3 സേനകളിലും പ്രകടമാണ്. ഇപ്പോഴിതാ വ്യോമസേനയിൽ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ വ്യോമസേനയിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. കാലങ്ങളായിട്ട് കിട്ടാതിരുന്ന എഞ്ചിൻ GEയിൽ നിന്ന് കിട്ടി. നമ്മൾ തേജസ് എന്ന് പറയുന്ന യുദ്ധവിമാനം സ്വന്തമായിട്ട് ഇന്ത്യയിൽ നിർമ്മിക്കുന്നു. അതിൽ ചിലതൊക്കെ നിർമ്മിച്ച് അത് സേനയ്ക്ക് കൈമാറിക്കഴിഞ്ഞു. കൂടാതെ ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് C-295 എന്ന വിമാനങ്ങൾ നിർമ്മിച്ച് വ്യോമസേനയ്ക്ക് കൈമാറിയതായിട്ടാണ് വിവരം. എന്താണ് ഈ C-295ൻ്റെ പ്രത്യേകത? ആരാണിത് നിർമ്മിക്കുന്നത്? ഇതുകൊണ്ട് നമ്മുടെ സേനയ്ക്ക് കിട്ടുന്ന ഗുണം എന്താണ്? 1980നും 2000നും ഇടയ്ക്ക് നമ്മുടെ കാലഹരണപ്പെട്ട ഒരുപാട് വിമാനങ്ങൾ ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്ന് അതിന് പകരം പുതിയ വിമാനങ്ങൾ നമ്മൾ വാങ്ങിച്ചിട്ടില്ലായിരുന്നു. 80 തൊട്ട് 95 വരെയുള്ള കാലഘട്ടങ്ങളിൽ പുതിയ ഡിഫൻസ് അക്വിസിഷൻ ഒന്നും ഏറ്റവും കുറഞ്ഞ സമയമായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു ലോഡാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ 2014 തൊട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം AK ആൻ്റണി പ്രതിരോധ മന്ത്രിയായിരുന്നപ്പോഴത്തേക്ക് അദ്ദേഹം തന്നെ പറഞ്ഞു, വ്യോമസേനയ്ക്ക് ആവശ്യമായ സാധനങ്ങളൊന്നും ഇല്ല. അദ്ദേഹം പച്ചയ്ക്ക് പറഞ്ഞു. കേരളത്തിലെ ഡയലോഗ് പറഞ്ഞാൽ 5 പൈസ ഇല്ല എന്ന് പുള്ളിക്കാരൻ പറഞ്ഞ ആ ഒരു രീതിയാണ് പുള്ളിക്കാരൻ. 5 പൈസ ഇല്ല എന്ന് പറഞ്ഞു. ആ ഒരു രീതിയിൽ ഡിഫൻസ് ഫോഴ്സ് പോകത്തില്ല. അത് ഇൻ്റർനാഷണൽ ഡിഫൻസ് എക്സ്പേർട്സ് തന്നെ പലപ്പോഴും ഇന്ത്യക്ക് വാർണിംഗ് കൊടുത്തു. കാര്യം നമ്മുടെ ചുറ്റുപാടെന്ന് വെച്ചാൽ 4 ഭാഗവും ശത്രുക്കളാൽ വളഞ്ഞ ഒരു അവസ്ഥയാണ് നമ്മുടെ. അപ്പോൾ അവിടെ എവിടെ നിന്നാണ് അറ്റാക്ക് വരുന്നതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. ഈ ഇടയ്ക്ക് തന്നെ നമുക്ക് കണ്ടായിരുന്നു, ഒരു ബ്രിട്ടീഷ് വിമാനം നമ്മളെ കടൽ വഴി കയറി അതിഥിയായിട്ട് വന്ന് 36 ദിവസം ഇവിടെ കിടന്നിട്ട് പോയി. അത് ഉണ്ടായ ഒരു അവസ്ഥ, നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത് ഇത് നേരത്തെ പ്രൊഡിക്റ്റ് ചെയ്തിരുന്ന കാര്യങ്ങളാണ്. നമ്മുടെ അതിർത്തികളൊന്നും സേഫ് അല്ല. ആർക്ക് വേണം ഇങ്ങോട്ട് കടന്നു കയറാം, നുഴഞ്ഞു കയറാം. അതെ, നമ്മുടെ ഏരിയ ഒരുപാട് വാസ്റ്റും ചൈനയെക്കാളും കൂടുതൽ ഏരിയ നമുക്കുണ്ട്. അതിർത്തികൾ കടലിൽ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ചൈനയെക്കാളും കൂടുതൽ ഏരിയ നമ്മുടെ ഉണ്ട്. പക്ഷേ ഈ കടൽ ഏരിയയൊക്കെ ആൾമോസ്റ്റ് ആൾക്കാർക്ക് എപ്പോഴും കടന്നു വരാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഓരോരോ വിമാനങ്ങളുടെ കാലാവധി കഴിയുമ്പോഴത്തേക്ക്, നമ്മളിവിടെയൊക്കെ പറയുമല്ലോ 15 വർഷം കഴിയുമ്പോഴത്തേക്ക് റീടെസ്റ്റ് മറ്റു കാര്യങ്ങളൊക്കെ പറയുമല്ലോ. അതുപോലെ വിമാനങ്ങൾക്ക് ഒരു കാലാവധി ഉണ്ട്. ആ കാലാവധി കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം ഫേസ് ഔട്ട് ചെയ്താലേ പറ്റുള്ളൂ. ഇത് ഫേസ് ഔട്ട് ചെയ്യണമെങ്കിൽ പുതിയ വിമാനങ്ങൾ വാങ്ങിച്ചാലേ പറ്റൂ. അപ്പം അത് ഒരു നിർമ്മിക്കണം. അത് ഒരു എക്സ്പെൻഡിച്ചർ, നമുക്കൊരു ബാധ്യതയായിട്ട് നമ്മൾ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല. അത് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതെ, സുരക്ഷാ കാര്യത്തിൽ വിട്ടുവീഴ്ച നമുക്ക് പാടില്ല. പക്ഷേ സാമ്പത്തിക കാര്യങ്ങളിൽ ഇവിടെ എപ്പോഴും കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്, ഡിഫൻസിൽ നിന്ന് പോകുന്ന റിക്വയർമെന്റ് എല്ലാം ഫിനാൻസ് മിനിസ്ട്രി പിടിച്ച് വയ്ക്കും. പിന്നെ പണമില്ല, അതിൻ്റെ ഓഡിറ്റാണ്, അതാണ് ഇതാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകും. ഇത് ഡിഫൻസിന്റെ മൊറയിൽ ഒരുപാട് ഡൗൺ ആക്കിയായിരുന്നു ആ കാലഘട്ടങ്ങളിൽ. ഒരുപാട് എയർ ചീഫുകളൊക്കെ പരസ്യമായിട്ട് തന്നെ പറഞ്ഞു, ഇതുകൊണ്ട് ഞങ്ങൾക്ക് 1956 MiG കൊണ്ട് ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് ജനിക്കുന്നതിന് മുമ്പേ ജനിച്ച MiG-ആണ്, അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതുകൊണ്ട് പ്രവർത്തിക്കാൻ പറ്റത്തില്ല എന്ന് പല പ്രാവശ്യം പറഞ്ഞു. പക്ഷേ നമ്മൾ പലപ്പോഴും അതിൻ്റെ ലൈഫ് ഗൗരവത്തിലെടുത്തില്ല. ഗൗരവത്തിലെടുക്കാം. നമ്മൾ ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്ത് അതിനെ കൊണ്ടെത്തിക്കാൻ പറ്റാവുന്നതിൻ്റെ അങ്ങറ്റം വരെ നമ്മൾ എത്തിച്ചു. അപ്പം അങ്ങനെയുള്ള ഒരു വിമാനമാണ് ഈ ഭാരം മുഴുവനും ഇപ്പൊ ചുമക്കുന്നത് നരേന്ദ്രമോദി. അതെ. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഒരു മാറ്റേണ്ട കുറേ വിമാനങ്ങളുണ്ട്. അതിൽ AN-32 ഉണ്ട്, AN-12 ഉണ്ട്, IL-76 ഉണ്ട്, ആവ്രോ ഉണ്ട്. ആവ്രോ കൂടുതലും ഈ വ്യോമ നിരീക്ഷണത്തിനും സപ്ലൈക്കും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വിമാനമാണ്. സാധനങ്ങൾ കൊണ്ടുവരാനോ ആൾക്കാരെ യുദ്ധോപകരണങ്ങളൊക്കെ കൊണ്ടെത്തിക്കാൻ. അപ്പോൾ ഈ വിമാനങ്ങൾ ആവ്രോ എന്ന ടൈപ്പാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ വിമാനങ്ങളുടെ കാലാവധിയൊക്കെ ഒരുപാട് കഴിഞ്ഞു. ആവ്രോയും ഡോർണിയറും ഒക്കെ അങ്ങ് പരമാവധി നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിന് പകരമായിട്ടാണ് നമ്മൾ ഈ C-295 എന്ന് പറയുന്ന വിമാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഓർഡർ കൊടുക്കുന്നത്. ഈ ഓർഡർ കൊടുക്കുന്നത് എയർബസിനാണ് ഇതിൻ്റെ ഓർഡർ കൊടുക്കുന്നത്. പക്ഷേ അപ്പോൾ ഈ നരേന്ദ്രമോദിജി പറഞ്ഞ ഒരു കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 70% ഇന്ത്യയിൽ ഉണ്ടാക്കിയാലേ പറ്റൂ. ആർക്ക് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ 70% ഇന്ത്യയിൽ ഉണ്ടാക്കണം. അതൊരു മാൻഡേറ്ററി ആണ്.
കാര്യം ഇന്ത്യക്കാർക്ക് ലോകത്തെ എല്ലാ ഭാഗത്തും ചെന്ന് വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇന്ത്യയിൽ മാത്രം വർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ അതപ്പതിച്ചെങ്കിൽ അതിൻ്റെ കാരണം നമ്മുടെ പൈസ എല്ലാവർക്കും വേണം, ഇന്ത്യൻ രൂപ എല്ലാവർക്കും വേണം. പക്ഷേ ഇന്ത്യക്ക് ടെക്നോളജി തരത്തില്ല, ജോബ് തരത്തില്ല, അങ്ങനെ ഒരു കണ്ടീഷനാണ്. ഇപ്പോൾ തന്നെ ശ്രീ ഡൊണാൾഡ് ട്രംപ് ചെയ്ത മാതിരി ഒരു 88 ലക്ഷം രൂപയാണ് ഒരാൾക്ക് വിസ ഫീസായിട്ട് ചോദിക്കുന്നത്. അപ്പം ഇന്ത്യയെ പ്രത്യേകിച്ച് ഈ H1B വിസയുടെ ഏറ്റവും വലിയ ഉപഭോക്താക്കൾ ഇന്ത്യയിലെ യുവാക്കളും എഞ്ചിനീയർമാരുമാണ്. അപ്പം നമ്മൾ ഒരു തകർക്കുന്ന ഒരു രീതിയാണ് ഇത്രയും കാലം നമ്മൾ വെക്കൊണ്ട് വന്നത്. അപ്പം ഈ ആത്മനിർഭർ ഭാരത് വന്നപ്പോഴത്തേക്ക് മൊത്തം ഡിഫൻസ് എക്സ്പെൻഡിച്ചറിൻ്റെ 70% ഇന്ത്യയിൽ സ്പെൻഡ് ചെയ്താലേ പറ്റുള്ളൂ. ഒരു ഓർഡർ എടുക്കുമ്പോഴത്തേക്ക് അതൊരു കണ്ടീഷനാണെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ടെൻഡർ കൊടുക്കുന്ന പലരും തമ്മിൽ മത്സരങ്ങളുണ്ടാവും. അപ്പോൾ എയർബസിന് ഈ ടെൻഡർ കൊടുക്കുമ്പോഴത്തേക്ക് എയർബസുമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് പറഞ്ഞത് ഇതിൻ്റെ ഫെസിലിറ്റീസ് നിങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാക്കിയാലേ പറ്റൂ. അപ്പം ആദ്യത്തെ ലോട്ടായിട്ട് നമ്മൾ 56 വിമാനങ്ങളാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അതിൽ 16 വിമാനങ്ങൾ അവിടുന്ന് ഫ്ലൈ ഓഫ് ആണ്, സ്പെയിനിൽ നിന്ന് പറന്ന്. സ്പെയിനുമായിട്ട് ചേർന്നാണ്, സ്പെയിനിലാണ് അവരുടെ ഫെസിലിറ്റീസ് ഉള്ളത്. ഈ എയർബസിന് ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ്, അവർക്ക് സ്പെയിനിലും ഫ്രാൻസിലും ബ്രിട്ടനിലും ഒക്കെ അവർക്ക് മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് ആണ്. നമ്മൾ ഇത് നിർമ്മിക്കുന്നത് സ്പെയിനിലാണ്. ഇപ്പോൾ സ്പെയിനിൽ നിന്ന് 16 വിമാനങ്ങൾ കഴിഞ്ഞ ആഗസ്റ്റ് 3-ാം തീയതി 16 വിമാനത്തിൻ്റെ അവസാനത്തെ ലോട്ടും വന്നു. അതിൽ 40 വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കേണ്ടതാണ്. ഇനി 40 വിമാനങ്ങൾ. അതെ, അതിൻ്റെ ഏകദേശമൊക്കെ പണി കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞ വർഷം അല്ലാതെ ഇന്ത്യയിൽ ഈ സ്പെയിനിൽ നിന്നുള്ള എയർബസ് എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയിൽ വന്ന് ഇല്ല ഇന്ത്യയിൽ ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ലിമിറ്റഡുമായിട്ട് ഒരു ജോയിന്റ് വെഞ്ചർ ഉണ്ടായി. ടാറ്റയുമായിട്ടൊരു സംയുക്ത സംരംഭം. അല്ല, ടാറ്റയുടെ ഇത് ടാറ്റ അഡ്വാൻസ് സിസ്റ്റം സംയുക്ത സംരംഭമല്ല, അത് തനത് ഇന്ത്യൻ കമ്പനിയാണ്. അവരുമായിട്ട് ചേർന്നാണ് ഇവർ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, ടാറ്റയുമായി ചേർന്ന് എയർബസ്. അവർക്ക് ഇതിനകത്ത് ഓഹരി പങ്കാളിത്തമില്ല. ഇപ്പം ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ് അവർ എയർബസുമായിട്ടും അല്ല, ബോയിങ്ങുമായിട്ടും മറ്റ് പല കമ്പനികളുമായിട്ട് ചേർന്ന് അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ പ്ലാന്റ് വഡോദരയിലാണ്, ഗുജറാത്തിലെ വഡോദരയിലാണ് ഈ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. കഴിഞ്ഞ ഒക്ടോബറിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയും സ്പെയിൻ പ്രധാനമന്ത്രിയും ചേർന്ന് ജോയിൻ്റ് ആയിട്ടാണ് ഈ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ 1 വർഷം തികയുന്നതിന് മുമ്പ് തന്നെ ഈ വിമാനങ്ങൾ റോൾ ഔട്ട് ചെയ്യണമെന്നാണ് അവരുടെ താല്പര്യം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫൈനൽ ടെസ്റ്റിംഗ് ലെവലിലോട്ട് നമ്മൾ പോയി കഴിഞ്ഞേക്കാണ്. അതായത് ഇതിന് നമ്മൾ പറയുന്നത് ഫൈനൽ അസംബ്ലി ലൈൻ എന്നാണ്, FAL എന്നാണ് പറയുന്നത്. ഫൈനൽ അസംബ്ലി ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പറക്കുക, എയർഫോഴ്സിൻ്റെ സർവീസിലേക്ക് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി വേറെ ടെസ്റ്റുകളൊന്നും ബാക്കിയില്ല. അതിന് മുമ്പ് നമുക്ക് ക്വാളിറ്റി കൺട്രോൾ ചെക്കുണ്ട്, സെക്യൂരിറ്റി ചെക്കുകളുണ്ട്. ഇതെല്ലാം പൂർത്തിയാക്കിയിട്ട് അടുത്ത മാസം ഒക്ടോബറിൽ തന്നെ ഈ വിമാനങ്ങൾ ഇന്ത്യക്ക് കൈമാറാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. ഇത് റിപ്പയറിങ് ഇതിൻ്റെ മാനുഫാക്ചറിങ് അസംബ്ലിങ് മാത്രമല്ല, ഇതിൻ്റെ MRO എന്ന് പറയും, മെയിൻ്റനൻസ്, റിപ്പയർ ആൻഡ് ഓവർഹോളിങ്. ആ ഫെസിലിറ്റി നമുക്ക് ഈ ഇവരുടെ വാറണ്ടി പീരീഡിൽ ഈ ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ് തന്നെയാണ് നമുക്ക് തരുന്നത്. MRO എന്ന് പറയും, മെയിൻ്റനൻസ്, റിപ്പയർ ആൻഡ് ഓവർഹോളിങ്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം എയർഫോഴ്സിൽ ഇൻഡക്ട് ചെയ്ത് ഇതിൻ്റെ വാറണ്ടി പീരീഡ് കഴിഞ്ഞതിന് ശേഷം എയർഫോഴ്സിനകത്ത് ഇതിൻ്റെ ഫെസിലിറ്റീസ് അവർ അങ്ങോട്ട് മാറ്റി സ്ഥാപിക്കും. അപ്പോൾ ഇത് ഇന്നലെ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ മാർഷൽ സഞ്ജീവ് ഖുറാഡിയ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം നമ്മുടെ മെയിൻ്റനൻസിൻ്റെ ഏറ്റവും ചീഫായിട്ടുള്ളതാണ്. എയർ ചീഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലെവലിൽ മെയിൻ്റനൻസിൻ്റെ മെക്കാനിക്കൽ ആ സാധനങ്ങളല്ലാതെ മാക്സിമം ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാണ് എയർ മാർഷൽ സഞ്ജീവ് ഖുറാഡിയ. അദ്ദേഹം ഇന്നലെ ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ് ലിമിറ്റഡ് സന്ദർശിച്ചു. സന്ദർശിച്ചതെന്ന് വെച്ചാൽ എയർഫോഴ്സ് ഇത് ടാറ്റയിൽ നിന്നും ടേക്ക് ഓവർ ചെയ്യാൻ റെഡിയാണ് എന്നുള്ള ഒരു ക്ലിയറൻസിന് വേണ്ടിയിട്ടാണ് സന്ദർശിച്ചത്. അപ്പം അടുത്ത മാസം ഏത് സമയം വേണമെങ്കിലും ഈ വിമാനങ്ങളിൽ എയർഫോഴ്സ് ഇത് ഏറ്റെടുക്കും. ഇനി ഇതിൻ്റെ ഒരു മറൈൻ വെർഷൻ്റെ ഓർഡറും നമ്മൾ, അതായത് കപ്പലുകളിൽ ഉപയോഗിക്കാം. ഇല്ല, നേവിക്ക് ഉപയോഗിക്കാൻ വേണ്ടി. നേവി ഇതിനെ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ നിരീക്ഷണത്തിനും കടലിൽ എയർ അറ്റാക്കിന് ഉപയോഗിക്കുന്നുണ്ട്. അറ്റാക്ക് എയർക്രാഫ്റ്റ് അല്ല, സബ്മറൈനിൻ്റെ വിഷനും ഇതൊക്കെ കൂടെ ചേർന്ന ഒരു മൾട്ടി റോള് ഇതാണ് അവർ ഉപയോഗിക്കുന്നത്. അവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആവറോ വിമാനങ്ങൾ കംപ്ലീറ്റ് ബഹുമുഖ ഉപയോഗം. അതിന്റെ കാലാവധി കഴിഞ്ഞാൽ ഈ നേവി എത്ര വിമാനങ്ങളാണ്? നേവി 15 വിമാനങ്ങളാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അതിൽ 3 വിമാനങ്ങൾ റോൾ ഔട്ടാണ്, അവിടുന്നാണ് ഫ്ലൈ. സ്പെയിനിൽ നിന്ന് 12 ഇന്ത്യയിൽ. അതും ടാറ്റയായിട്ട് ചേർന്നുണ്ട്. കാരണം ഇത് ഒരേ ഫെസിലിറ്റി മറ്റു രണ്ടും കുറെ പേർക്ക് കൊടുക്കാൻ പറ്റത്തില്ല.
ആ. ഇനി ലോകത്ത് വേറെ എവിടെയെങ്കിലും അവർക്കൊരു മാനുഫാക്ചറിങ് ഫെസിലിറ്റി ഓർഡർ കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ ഈ എയർബേസ് കമ്പനി ചിലപ്പം വഡോദരയിൽ നിന്ന് വഡോദരയിൽ നിന്നായിരിക്കും ചെയ്യുന്നത്. കാര്യം അവരുടെ ലേബർ കോസ്റ്റ് നോക്കുമ്പോഴത്തേക്ക് വളരെ കുറവാണ്, വളരെ ചീപ്പാണ്. വളരെ ചീപ്പാണ്. അപ്പൊ ഇത് ഇന്ത്യയിലെ ഒരു എയറോനോട്ടിക്കൽ ഇൻഡസ്ട്രി യുദ്ധ സൈഡ്, ഇപ്പൊ നമുക്ക് രണ്ട് സൈഡ് ഉണ്ട്. ഒന്ന് യുദ്ധ ഉപകരണങ്ങളുടെ ഉണ്ട്, ഒന്ന് പാസഞ്ചർ എയർക്രാഫ്റ്റിന്റെ ഉണ്ട്. അപ്പൊ ഈ ഫെസിലിറ്റീസ് ഇവർക്ക് പാസഞ്ചർ വിമാനങ്ങൾ ഉണ്ടാക്കാനും ഇതേ വിമാനങ്ങൾ തന്നെ മറ്റ് രാജ്യങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് കൊടുക്കാനും എല്ലാം ഈ ബേസ് ഫെസിലിറ്റീസ് ഇവിടെ നിന്ന് ഉണ്ടാക്കി ഉത്പാദിപ്പിച്ച് നിർമ്മിച്ച് കൊടുക്കാൻ സാധിക്കും. അത് വലിയ നേട്ടമാണ് ഇന്ത്യയെ അതെ സംബന്ധിച്ചിടത്തോളം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നും അത്രയും തൊഴിലവസരം ലഭിക്കുകയാണ്. തൊഴിലവസരമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നരസിംഹറാവുവിന്റെ സമയം തൊട്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവാണ്. നമ്മൾ ഈ കൊടുക്കുന്ന ഓരോ ഓർഡറിന്റെയും കൂടെ നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പൈസ വെളിയിലോട്ട് പോകുമ്പോൾ ഇത് ഇന്ത്യയിൽ നമുക്ക് സേവ് ചെയ്യാം. ഇത് 70% നമ്മൾ ഇന്ത്യയിൽ തന്നെ നമ്മൾ ചിലവാക്കുമ്പോഴത്തേക്ക് ഇത്രയും ഫോറിൻ എക്സ്ചേഞ്ച് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതൊരു വലിയ കാര്യത്തിലാണ് നമ്മൾ പോകുന്നത്. എന്തായാലും വളരെ പുതിയ വലിയ മാറ്റങ്ങളാണ് മാറ്റങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ സെക്യൂരിറ്റി കൂടുതൽ. അതെ, ഇനിയും വരാൻ പോകുന്ന ഓരോ സംഭവങ്ങളും നമുക്ക് ഇതുപോലെ വിശകലനം ചെയ്ത് പ്രേക്ഷകരിൽ എത്തിക്കേണ്ടതാണ്.